നമസ്കാരം. ഇന്ന് രണ്ട് പ്രത്യേകതകളാണ് പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുക. ആദ്യത്തേത്, ഇന്ന് ശനി ജയന്തിയാകുന്നു. രണ്ടാമത്തേത്, ഇന്ന് അമാവാസിയാണ്. എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഈ ദിവസങ്ങളുടെ പ്രത്യേകതയാൽ ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ, കോടീശ്വരയോഗം അഥവാ ധനപരമായ വളരെയധികം നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ശനി ജയന്തി മൂലം കാര്യങ്ങൾ കൂടുതൽ അഥവാ ശനീശ്വരന്റെ കടാക്ഷത്താൽ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ നക്ഷത്രക്കാരുടെയും ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ആദ്യത്തെ നക്ഷത്രമായ മകം നക്ഷത്രക്കാർക്ക് ശനീശ്വരന്റെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ ധനപരമായ കാര്യങ്ങളിൽ കൂടുതലായി പ്രകടമാകും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ, സഹായധനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൈകളിലേക്ക് ധനം വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതായ സമയം എന്ന് പറയാം. കർമ്മരംഗത്തും ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകും. കർമ്മരംഗത്താലും ബിസിനസ്, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും രമ്യതയിൽ പരിഹരിച്ച് തീർപ്പാക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം. കൂടാതെ ഈ സമയം വിദേശത്തും അതേപോലെ സ്വദേശത്തും ജോലി തുടങ്ങിയ കാര്യങ്ങൾ, പഠനം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയം. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ആലോചനകളുണ്ട് എങ്കിലും ആ കാര്യങ്ങൾ ഇപ്പോൾ നടത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നത് ശുഭകരമാണ്. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് അഥവാ കുടുംബത്തിലെ അംഗങ്ങൾക്കും അനുകൂലമായ ചില ഫലങ്ങൾ, അത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളും കടന്ന് വരാവുന്നതാകുന്നു. ഈ സമയം നോക്കുകയാണ് എങ്കിൽ ശനീശ്വരന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് പറയാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായി വളരെയധികം മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാകുന്നു. സാഹചര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന സമയം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ അതേതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമോ ധനപരമോ അല്ലെങ്കിൽ വിധിയുമായി ബന്ധപ്പെട്ടോ എത്തരത്തിലുള്ള തർക്കങ്ങളാണ് എങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. വിധിയുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം. വിദേശത്തേക്ക് പോലും പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരത്തിലും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ലോൺ, ചിട്ടി, സഹായധനം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാം. കൂടാതെ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പകൾ മടക്കി കിട്ടുവാനുള്ള സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ അനുകൂലം തന്നെയാണ് സമയം. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം. തർക്കങ്ങൾ പരിഹരിക്കാം. കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും അത് ധനപരമാണ് എങ്കിൽ പോലും നിറവേറ്റുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി അനുകൂലമാകുന്നതിനാൽ തന്നെ ധനപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രയാസങ്ങൾ, തടസ്സങ്ങൾ എന്നിവ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരാം. ചില കാര്യങ്ങളിൽ താൽക്കാലികമായാണ് എങ്കിലും തിരിച്ചടികൾ നേരിട്ടു എന്ന് വരാം. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കടബാധ്യതകൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം അല്പം ധനം കൈകളിലേക്ക് അത് പല വഴികളിലൂടെയും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രധാനമായും കൈവായ്പയാകാം, അല്ലെങ്കിൽ ബിസിനസ് പരമായ നേട്ടങ്ങളോ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാം.
കൈവായ്പ മടക്കി കിട്ടുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമാകുവാൻ, അതായത് അനുയോജ്യമായ ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ശനീശ്വരന്റെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം പല പ്രയാസങ്ങൾ ധനപരമായുണ്ട് എങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവർ എന്നിവരുമായി ബന്ധപ്പെട്ട് ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെയും അത് ശത്രുവാണ് എങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആശയക്കുഴപ്പങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒരു പരിധിവരെ ഇത്തരം തടസ്സങ്ങൾ ഒഴിവാക്കി കൈകളിലേക്ക് ധനം വന്നു ചേരാം. ഈ സമയം സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം വന്നെത്തിയിരിക്കുന്നു എന്ന് പറയാം. പ്രധാനമായും ധനപരമായ നേട്ടങ്ങളാണ് ശനീശ്വരന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പല കാര്യങ്ങളിലും ആശ്വാസകരമായ കാര്യങ്ങൾ വന്നു ചേരാം. അത് ധനപരമാണ് എങ്കിൽ പോലും അത്തരത്തിൽ ആശ്വാസകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഈ സമയം സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങൾക്ക് അയവ് വന്നു ചേരുന്നതായ സമയമാകുന്നു. സഹായധനം പ്രതീക്ഷിക്കുന്നു എങ്കിൽ അത് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൈകളിലേക്ക് ധനം വന്നു ചേരാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് വന്നു ചേരുകയും ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ചയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള നേട്ടങ്ങളോ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ സമയം ചുമതലകൾ ഭംഗിയായി ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതും നിങ്ങളുടെ പ്രശസ്തി അല്ലെങ്കിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതാകുന്നു. ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആവശ്യങ്ങളാണ് എങ്കിൽ പോലും അത് നിറവേറ്റുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും സഹായധനം അഥവാ പ്രതീക്ഷിക്കുന്നതായ മറ്റ് രീതിയിലുള്ള ധനം നിങ്ങൾക്ക് ലഭിക്കാം. കൈവായ്പകൾ മടക്കി കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വാഹനം, അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്തേക്ക് ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയം. അതിനാൽ തന്നെ ധനപരമായ ഏതൊരു കാര്യവും ശ്രദ്ധയോടെ ചെയ്യുക. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുക, ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ധനപരമായ നഷ്ടങ്ങൾക്കും മറ്റ് രീതിയിലുള്ള നഷ്ടങ്ങൾക്കും കാരണമായി തീരാം. ക്ഷോഭം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ക്ഷോഭം വരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾക്കും തടസ്സമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം.